8 കോടിയിലധികം ജീവനക്കാർക്ക് നിരാശ. EPF പലിശ നിരക്ക് ഉയർത്താതെ സർക്കാർ. ഏറെക്കാലമായി രാജ്യത്തെ PF ഗുണഭോക്താക്കൾ കാത്തിരുന്ന പ്രഖ്യാപനം ഇനിയും വൈകുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഏറെക്കാലമായി രാജ്യത്തെ PF ഗുണഭോക്താക്കൾ കാത്തിരുന്ന പ്രഖ്യാപനം ഇനിയും വൈകുമെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. EPF നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് തുടർച്ചയായി 2ാം വർഷവും 8.25% നിലനിർത്തി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ രംഗത്ത് വന്നതോടെയാണിത്. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള നിരക്കാണിത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ 2024-25 സാമ്പത്തിക വർഷത്തേക്കും EPF 8.25% പലിശ നിരക്ക് നിലനിർത്തിയിരുന്നു. 2024-ൽ 2023-24 സാമ്പത്തിക വർഷത്തേക്കുള്ള പലിശ നിരക്ക് 2022-23 8.15% നിന്ന് 8.25% നേരിയ തോതിൽ വർദ്ധിപ്പിച്ചിരുന്നു. ഈ 0.10% വർധനയ്ക്ക് ശേഷം കഴിഞ്ഞ 2 സാമ്പത്തിക വർഷങ്ങളിൽ അതേപടി നിലനിർത്തുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ EPFOയുടെ പരമോന്നത തീരുമാനമെടുക്കുന്ന സമിതി 2025-26 വർഷത്തേക്ക് 8.25% പലിശ നൽകാൻ തീരുമാനിച്ചതായി ഇത് സംബന്ധിച്ച വിവരം നൽകിയ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. ഇനി CBDTയുടെ ഈ തീരുമാനം ധനമന്ത്രാലയത്തിന്റെ അംഗീകാരത്തിനായി അയക്കും. സർക്കാർ അംഗീകാരം നൽകുന്നതോടെ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള പലിശ നിരക്ക് 7 കോടിയിലധികം EPFO വരിക്കാരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. 2022 മാർച്ചിൽ 7 കോടിയിലേറെ EPFO വരിക്കാരുടെ 2021-22 സാമ്പത്തിക വർഷത്തേക്കുള്ള നിക്ഷേപ പലിശ നിരക്ക് 8.10% കുറച്ചിരുന്നു. ഇത് 4 പതിറ്റാണ്ടിലെ ഏറ്റവും താഴ്ന്ന നിരക്കായിരുന്നു. 2020-21 വർഷത്തിൽ ഇത് 8.5% 1977-78 8% ശേഷം 2021-22 വർഷത്തിലെ 8.10% നിരക്ക് ഏറ്റവും കുറഞ്ഞതായിരുന്നു. നിലവിലെ 5 വർഷം മുമ്പുള്ള നിരക്ക് വെച്ച് നോക്കുമ്പോൾ കുറവ് തന്നെയാണ് എന്നതാണ് വാസ്തവം. 2020 മാർച്ചിൽ 2019-20 സാമ്പത്തിക വർഷത്തേക്കുള്ള പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് EPFO 7 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 8.5% കുറച്ചു. 2018-2019 വർഷത്തിൽ ഇത് 8.65% എന്നതാണ് കാര്യം. ഇത്തവണയെങ്കിലും സർക്കാർ പലിശ നിരക്കുകൾ ഉയർത്തുമെന്ന് കരുതിയ ജീവനക്കാർക്ക് ഇത് നിരാശ നൽകുന്ന തീരുമാനമാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.